ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായ പരിപാടി ഇവിടെ നടക്കാൻ പോവാണ്. 5ാം തീയതി നടക്കാൻ പോവാണ്. അതിനിടയിൽ ഒരു പ്രശ്നം വന്നു. അതിനിടയിൽ വന്ന ഒരു പ്രശ്നം വേടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് വേടൻ എന്നല്ല കേട്ടോ, അദ്ദേഹം ഒരു അമരനാമത്തിൽ വേടൻ എന്ന് പറഞ്ഞിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു പുതിയ രീതി. യേശുദാസിന്റെ പാട്ട് പോലൊന്നുമല്ല, അത് ക്ലാസിക്കലാണല്ലോ. ഇതൊരു പ്രത്യേക ടൈപ്പ്. അയാൾ തന്നെ എഴുതുക, അയാൾ തന്നെ സംഗീതം ചെയ്യുക, അയാൾ തന്നെ പാടുക. ഭയങ്കര കരുത്താണ്. അത് ഈ പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതിനുവേണ്ടി അംബേദ്കറിനെ പറ്റി, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള നവോത്ഥാന നായകന്മാരെ പറ്റി, അവരെ പറ്റിയെല്ലാമുള്ള അതിശക്തിയായ രീതിയിലുള്ള കരുത്തുള്ള പാട്ടാണ് അദ്ദേഹം പാടുന്നത്. ആ പാട്ടിന് നല്ല ആകർഷണമുണ്ട്. ചെറുപ്പക്കാർ നല്ലപോലെ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിനല്ല, 10,000 ആൾ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ചോദിച്ചു, ഞങ്ങൾ ഈ 5ാം തീയതി അതിന്റെ സമാപന പരിപാടിയുടെ ഭാഗമായി ഈ വേടന്റെ പരിപാടിയാണ് മുമ്പേ ബുക്ക് ചെയ്തത്. ആ പരിപാടി ഇന്നത്തെ പരിസ്ഥിതിയിൽ നമുക്ക് നടത്താൻ പാടുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചു. ഞാൻ വളരെ വ്യക്തതയോടുകൂടി അർത്ഥശങ്കക്കടയില്ലാത്ത രീതിയിൽ പറഞ്ഞു, തീർച്ചയായും വേടനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുകയാണ് വേണ്ടത്. തെറ്റ് തിരുത്താനുള്ള അവസരം നൽകി, തെറ്റ് തിരുത്തി അദ്ദേഹം ഇനിയും സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണ് വേണ്ടത്. എനിക്ക് ഈ വേടനെ അറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുമില്ല ഇതേവരെ. വേടന്റെ പാട്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇതേവരെ ഞാൻ കണ്ടതല്ല. പക്ഷെ നമുക്കൊരു ബാധ്യതയുണ്ടല്ലോ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിന്. ആ ഇടതുപക്ഷ മനസ്സിന്റെ പൂർണ്ണമായ അർത്ഥതലം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാര്, ഈ പറയുന്ന ഫോറസ്റ്റുകാർ ഉൾപ്പെടെ, അതിൽ പല സൈസും ഉണ്ട് ഉദ്യോഗസ്ഥന്മാര്, അവരെടുക്കുന്ന നിലപാടിനോടൊന്നും നമുക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ബാധ്യതയില്ല. തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ, ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതിനു പകരം ഒരു വേട്ടയാടൽ പ്രക്രിയ പോലെ ഇതുപോലുള്ളൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുള്ളത് എന്ന് ഞങ്ങളിത് പരസ്യമായിട്ട് പറഞ്ഞു വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. തെറ്റൊക്കെ തിരുത്തി തന്നെ വേണം. ആ തെറ്റ് തിരുത്താതെ മുമ്പോട്ടേക്ക് പോകാനല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് വേണം തന്നെ തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ മൈലേജ് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്.